Good afternoon. Good afternoon, ma'am. Good afternoon, teacher. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Okay, ready ആണോ എല്ലാരും? ആൾക്കാര് വരൂ കേട്ടോ. റഫീഖ് സാറ് അടുത്ത തിങ്കളാഴ്ച തുടങ്ങി വരുമായിരിക്കും. തിങ്കളോ ശനിയോ തോന്നണം. നെക്സ്റ്റ് വീക്ക് തുടങ്ങി ഉണ്ടാവും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ ഒരു 2-3 ഒക്കെ ബാക്കി ഉണ്ടായെന്ന് തോന്നുന്നു. അത് തുടങ്ങിയാണ് ചെയ്യാനുള്ളത് അല്ലേ? അതെ, 11ാമത്തെ ക്വസ്റ്റ്യൻ വരെ ചെയ്തിട്ടുണ്ടായുള്ളൂ. ഒരു ബാക്കി 2-3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 12, 13, 14, 15 ചെയ്തവര് ഓക്കെ, കുഴപ്പമില്ല. അവിടെ നിങ്ങളുടെ ആൻസർ നോക്കിക്കോ, നിങ്ങൾ കറക്റ്റ് ആണോ അല്ലെങ്കിൽ ചെയ്തേക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന് വ്യത്യാസമുണ്ടോ, ഏത് രീതിയിലായാലും ചെയ്താൽ മതി. ബാക്കിയുള്ളവർ കിട്ടാത്തവർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം. ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടിയോ? അടുത്തത് 1/243 raised to 1/5 minus 1/32 raised to 1/5 whole raised to -1 plus 1/3 raised to -1 minus 1/4 raised to -1 whole raised to -1. എത്രയാണ് ആൻസർ കിട്ടിയത്? -7 ആണ്. -7 ആണ് ചിലർക്കൊക്കെ കിട്ടിയേക്കണേ. 2 പേർക്കാ കിട്ടിയുള്ള ആൻസർ? മാം കിട്ടിയിട്ടില്ല, ഒന്ന് പറഞ്ഞുതരോ? പറഞ്ഞുതരാം. 2-3 പേർക്ക് കിട്ടിയിട്ടുള്ളൂ, ബാക്കി ആർക്കും കിട്ടിയില്ല. കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം ഇതെങ്ങനെയാണെന്ന്. ഇത് നമ്മളുടെ ഏത് എക്സ്പൊണൻഷ്യൽ ഫോം, അതായത് കൃത്യംഗങ്ങളുടെ ഒരു രൂപത്തിലുള്ളതാണ്. കൃത്യംഗങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. എക്സ്പൊണൻഷ്യൽ ഫോമിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് അതിൽ 2 കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം കൃത്യംഗങ്ങളിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ, എക്സ്പൊണൻഷ്യൽ ഫോം നെഗറ്റീവ് വന്നു കഴിഞ്ഞാലേ അതിനെ റെസിപ്രോക്കൽ ചെയ്താൽ, വിൽക്രമം ചെയ്തു കഴിഞ്ഞാൽ നെഗറ്റീവ് എന്ന് പറയുന്ന ആ പവർ നെഗറ്റീവ് മാറ്റി അതിനെ പോസിറ്റീവ് ആക്കാൻ പറ്റും. അപ്പൊ ഏതെങ്കിലും ഒരു സംഖ്യക്ക് പവർ നെഗറ്റീവ് ആണ് വന്നതെങ്കിൽ അതിനെ റെസിപ്രോക്കൽ ചെയ്താൽ മതി. റെസിപ്രോക്കൽ ചെയ്ത് കഴിയുമ്പോൾ, വിൽക്രമം ചെയ്ത് കഴിയുമ്പോൾ ആ നെഗറ്റീവ് പവർ അങ്ങോട്ട് മാറും. മനസ്സിലായത്? പോസിറ്റീവ് പവർ ആക്കാൻ പറ്റും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ എക്സ്പൊണൻഷ്യൽ ഫോമിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്നറിയോ? എപ്പോഴും നമ്മൾ ചില എക്സ്പൊണൻഷ്യൽ ഫോമുകളെയൊക്കെ നമുക്ക് എന്താ പറയാ വലിയ സംഖ്യയായിട്ടൊക്കെ തോന്നും. അതിനെ ലോവസ്റ്റ് എക്സ്പൊണൻഷ്യൽ ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ്. അങ്ങനെ കൂടി ചിന്തിച്ചാണ് നമുക്ക് കണക്കുകൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്കിത് 2 ബ്രാക്കറ്റ് ആയിട്ട് എടുത്ത് ചെയ്യാം കേട്ടോ. കാരണം ഒറ്റ ബ്രാക്കറ്റ് ആയിട്ട് ചെയ്യാൻ എന്റെ സ്ക്രീൻ വളരെ ചെറുതാണ്. ഈ കോളം ഒരു കുഞ്ഞുകാട്ട ഫോണാണ്. അപ്പൊ ഇതിനകത്താണ് ഞാൻ എന്റെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നമ്മളിങ്ങനെ അതിന്റെ പെണ്ണങ്ങോട്ട് ചീത്തയിൽ പോയതുകൊണ്ട് വരലുണ്ടായതാ. അപ്പൊ ഇല്ലേ എന്താ പറയാ, അത് എനിക്ക് തോന്നുന്ന സൗകര്യവും നമ്മുടെ ഫിംഗർ തന്നെയാണ്. അപ്പൊ ഞാൻ അത് വെച്ച് എഴുതണം. അപ്പൊ 2 ബ്രാക്കറ്റ് ആയിട്ടാ തന്നേക്കണേ. 1/243 raised to 1/5 minus 1/32 raised to 1/5 whole raised to -1. ആ ഒരു ഭാഗം മാത്രം എടുത്തിട്ടാണ് ഉത്തരം ചെയ്യാൻ പോണേ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഭാഗം അത് കഴിഞ്ഞ് ചെയ്യാം. അപ്പൊ ഓക്കെ ആവുമല്ലോ. അപ്പൊ കുഴപ്പമില്ലല്ലോ അങ്ങനെ ചെയ്തുകൊണ്ട്. ഒറ്റയടിക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബ്രാക്കറ്റ് വരുമ്പോ ബ്രാക്കറ്റ് തന്നേക്കണത് തന്നെ നമുക്ക് 1/243 whole raised to -1/5 whole raised to 1/5 ആണ് കേട്ടോ. ഹോൾ raised to ആണ്, പവർ ആണ്. മൈനസ് 1/32 whole raised to 1/5 whole raised to -1. ഇതാണ് കൊടുത്തേക്കണത്. അപ്പൊ ഞാനിപ്പോ 2 കാര്യങ്ങൾ എടുത്തു പറഞ്ഞ അതിന് വേണ്ടിയിട്ടാ. തന്നിരിക്കുന്ന 243 ഘാതം 1/5
ഇങ്ങനെയൊക്കെ വരുമ്പോഴില്ലേ ഈ എന്താ പറയാ പവർ ആയിട്ട് വന്നിരിക്കുന്ന സംഖ്യക്ക് എന്താണ് ഫ്രാക്ഷൻ ആണ് വന്നേക്കണേ. 243 ഹോൾ റേസ് ടു 5 എന്നല്ല പറഞ്ഞേ, ഹോൾ റേസ് ടു 1/5 എന്നാണ്. എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന പവർ തന്നെ ഒരു ഫ്രാക്ഷൻ ആയിട്ട്, അത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു ക്ലൂ ആണ്. ആ ഫ്രാക്ഷനെ ഫ്രാക്ഷൻ ഫോമിലുള്ളത് മാറ്റാൻ പറ്റും. 1/5 എങ്ങനെ ചെയ്യും എന്നുള്ള അത്ഭുതം പിടിച്ചൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. 243 നമ്മൾ എന്ത് ചെയ്താൽ മതി, ഫാക്ടറൈസ് ചെയ്താൽ മതി. നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം. 243 നമ്മൾ സാധാരണ ഘടകക്രിയയില്ലേ അതേപോലെ ഇങ്ങനെ ചെയ്യാം. 243 ആണ് 3ന്റെ ടേബിളിലേ പോകുള്ളൂ. 3 8 24 1 3 3. That means 1 3s are 3, 8 3s are 24. അങ്ങനെ 81 ടൈംസ് പോകും. വീണ്ടും ഇതിനെ 3 കൊണ്ട് തന്നെ പറ്റും. 3 എത്ര പ്രാവശ്യം 27 അല്ലെ, 27 പ്രാവശ്യം 3 പോകും. വീണ്ടും 3നെ കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അത് എത്രയിൽ പോകും, 3 9s are 27 അല്ലെ, 9 പ്രാവശ്യം പോകും. 9. വീണ്ടും 9നെ നമുക്ക് 3 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3 പ്രാവശ്യം പോകും. അപ്പൊ നമുക്കല്ലേ ഇതിങ്ങനെ 243നെ ഫാക്ടറൈസ് ചെയ്താൽ വി വിൽ ഗെറ്റ് 5 3s, 5 3കൾ കിട്ടും. ദാറ്റ് മീൻസ് 3 റേസ് ടു 5, 3 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്നറിയാമോ, ഈ സംഭവത്തെ 243 നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, 3 എന്ന് എഴുതിയിട്ട് അതിന്റെ ഹോൾ ഘാതം 1/5 കൊടുക്കാം. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഇത് മനസ്സിലായ അർത്ഥം നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചെയ്തോളൂ. ഓക്കെ, 3ന്റെ പവർ 5 ആക്കി നമ്മൾ 243നെ അങ്ങോട്ട് സിമ്പിൾ ഫോമിലേക്ക് ചെയ്താൽ, അപ്പൊ ഇത്രയും വലിയ സംഖ്യകൾ ഇങ്ങനെ നമുക്ക് തരുമ്പോൾ അതിന്റെ പവറുകളായിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന പറയാം, അതിന് ഷോർട്ടാക്കി ചെറിയ രൂപത്തിലെ പവർ സംഖ്യകളാക്കി മാറ്റുന്നത് എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ 243നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് 3/5 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഒരു പവറിനെ മറ്റൊരു പവർ കൊണ്ട് ഗുണിക്കേണ്ടി എന്താ പറയാ വരുമ്പോ, ഒരു പവർ ഹോൾ റേസ് മറ്റൊരു പവർ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്, സാധാരണ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. 2 റേസ് ടു m ഇൻറ്റു 2 റേസ് ടു n എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, 2 റേസ് ടു m ഇൻറ്റു n. mn എന്ന് പറയുന്ന ആ 2 പവറുകൾ തമ്മിൽ ഗുണിച്ചാൽ മതി. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 3/5ന്റെ ആ 5ഉം 1/5ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ മൾട്ടിപ്ലൈ ആന്ന് പറയുമ്പോൾ അതെ 5 കൊണ്ട് വെട്ടിപ്പോകും. അപ്പൊ ബാക്കി എന്ത് കിട്ടും, 1/3 മാത്രമായിട്ട് അവശേഷിക്കും. ക്ലിയർ ആണോ? ആ സ്റ്റെപ്പ് ക്ലിയർ ആണോ എന്ന് പറഞ്ഞിട്ടേ മുന്നോട്ട് ഞാൻ പോകുന്നുള്ളൂ. ആർക്കെങ്കിലും മനസ്സിലാവുന്നേ പറയും. മനസ്സിലായി. ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ പറയാം കേട്ടാ. ഇല്ലല്ലോ, ഒന്നുകൂടെ പറയാം. അപ്പൊ ഈ സാധനം ഞാൻ ക്ലിയർ ചെയ്യാണ്. 1/243 റേസ് ടു 1/5 എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഇല്ലേ, ഈ 243 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബിഗ് നമ്പർ, ഒരു വലിയ സംഖ്യ തന്നെയാണ്. മാത്രമല്ല ആ 1/5 എങ്ങനെയെങ്കിലും നമുക്ക് ആ 1/5 എന്ന് പറഞ്ഞ ഫ്രാക്ഷൻ അവിടെ നിന്ന് ഇല്ലാണ്ടാക്കണം. ആ 1/5 വെച്ചാൽ നമുക്ക് കാര്യം മുന്നോട്ടേക്ക് ബാക്കി കണക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ വേറെ എന്തെങ്കിലും 5th റൂട്ടൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ അതിൽ പകരം നമ്മൾ എന്ത് ചെയ്യുക, 243നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യാം. 3ന്റെ ടേബിളിലാണ് 243 കറക്റ്റ് ആയിട്ട് പോകുള്ളൂ, 2ന്റെ ടേബിളിൽ പോകില്ല. ബിക്കോസ് അതൊരു ഈവൺ നമ്പർ അല്ല തന്നേക്കുന്നത്, ഓഡ് നമ്പർ ആണ്. അപ്പൊ ഓഡ് നമ്പർ ആകുകയും മാത്രമല്ല അതൊരു 3ന്റെ മൾട്ടിപ്പിൾ ആണ്. നമുക്ക് 243 എന്ന് കണ്ടാൽ അറിയാം. 3 × 8 3 8s are 24. 3 × 8 24, 8 പ്രാവശ്യം, 3 3 1 പ്രാവശ്യം. വീണ്ടും നമ്മൾ 3 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുന്നു. 2 പ്രാവശ്യമാണ് 8ൽ പോകുക. 3 × 2 6, ബാലൻസ് ഒരു 2 ഉണ്ട്. ആ 2 കൂടെ കൊടുക്കുമ്പോൾ 21 എന്ന് വായിക്കും. 21 3 7 പ്രാവശ്യമാണ് പോകുക. ദാറ്റ് മീൻസ് 27 എന്ന് കിട്ടും അല്ലെ. ഇനി വീണ്ടും 3നെ നമുക്ക് 27ല് 9 ടൈംസ് കൃത്യമായിട്ട് പോകും. 3ല് വീണ്ടും 9 3 ടൈംസ് കൃത്യമായിട്ട് പോകും. ദെൻ 3 ആണ്. അപ്പൊ നമുക്ക് 243നെ ഫാക്ടറൈസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, 3/5 ആണ്. ആ 243ന് പകരം നമുക്ക് എഴുതാൻ പറ്റിയ സംഖ്യയാണെന്ന് 3 റേസ് ടു 5 എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? 243ന് പകരം നമുക്ക് എന്ത് എഴുതാം, 3 × 3 × 3 × 3 × 3 × 3 5 പ്രാവശ്യം ഗുണിക്കുമ്പോഴാണ് 243ന് ഈക്വൽ ആകുക. ദാറ്റ് മീൻസ് 3/5 എന്ന് പറയുന്നതും 243 എന്ന് പറയുന്നതും രണ്ടും ഒന്ന് തന്നെയാണ്. ക്ലിയർ ആണോ? അപ്പൊ 3 റേസ് ടു 5 എഴുതി. എന്നിട്ട് ഹോൾ റേസ് ടു 1/5 അവിടെ ഉണ്ടായിരുന്നു. ആ 1/5 നമ്മൾ ഇങ്ങനെ എഴുതി. ഈ 5 ഇപ്പൊ ഇങ്ങനെ ഒരു ഇതുണ്ട്, x റേസ് ടു m ഹോൾ റേസ് ടു n ദാറ്റ് മേക്സ് x റേസ് ടു mn. ഇങ്ങനെ ഒരു പട്ടിക പഠിച്ചിട്ടുണ്ടോ? എന്താണ് ഒരു ഷോർട്ട് ഫോം പഠിച്ചിട്ടുണ്ടോ? x റേസ് ടു mn ആണ്. എന്ന് വെച്ചാൽ ഒരു സംഖ്യക്ക് ഒരു പവർ അതിന്റെ കൂടാതെ ഹോൾ പവർ കൂടി തന്നു കഴിഞ്ഞാൽ പവറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി.
ഒരു സംഖ്യ ആ ബേസ് ആയിട്ടുള്ള മറ്റൊരു സംഖ്യയുടെ പവർ വരാണെങ്കിൽ പവറുകൾ തമ്മിൽ എന്ത് ചെയ്യണം, ഇൻഡ്യൂ ചെയ്യുമ്പോൾ കൂട്ടുകയാണ് ചെയ്യാം. പക്ഷെ ഹോൾ പവർ വരുമ്പോ എന്ത് ചെയ്യണം, പവറുകൾ തമ്മിൽ എക്സ്പോണൻഷ്യൽ ഫോമുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, ഗുണിക്കണം. അപ്പൊ എം എന്നോട് ഗുണിച്ചാൽ മതി. ഇവിടെ 5ഉം 1/5 കൂടി ഗുണിക്കുക. 5ഉം 1/5 കൂടി ഗുണിച്ചാൽ എന്ത് പറ്റും, 5 5 വെട്ടിപ്പോകും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 1/3 എന്ന് മാത്രമായിട്ട് അവശേഷിക്കും. 3⁻1 എന്ന് പറഞ്ഞാൽ 1/3 എന്ന് തന്നെയാണ് അർത്ഥം. ക്ലിയർ ആണോ? ഈ സ്റ്റെപ്പ് ക്ലിയർ ആണെങ്കിൽ അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ ഇപ്പൊ? ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ആ ഒരു സാധനം ചെയ്ത് കഴിഞ്ഞപ്പോ 1/3 കിട്ടി. 1/3 എന്നുണ്ട്. 1ന് അവിടെ യാതൊരു പ്രാസക്തിയും ഇല്ല. 1/3 എന്ന് പറഞ്ഞാലും വെറും 3 എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാ. 2 എന്ന് പറഞ്ഞാലും 2 എന്ന് പറഞ്ഞാലും സെയിം ആണ്. 100 എന്ന് പറഞ്ഞാലും 100 എന്ന് പറഞ്ഞാലും സെയിം വാല്യൂ ആണുള്ളത്. അപ്പൊ നമുക്ക് 1/3 കിട്ടി. ഇനി മൈനസ്, അതേപോലെ തന്നെ മൈനസ്, ഇവിടെ ഒരു ബ്രാക്കറ്റ് മൈനസ് ഒക്കെ ഉണ്ട്. അതിന്റെ ഉള്ളിൽ നിന്ന് 243 ഞാനിപ്പോ ക്ലിയർ ചെയ്തിട്ടാണ് ഇങ്ങനെ കൊടുത്തേക്കണേ. അവിടെ ഇരിക്കട്ടെ. ഇനി അതുപോലെ തന്നെ മറ്റൊരു സാധനം കൂടി ഉണ്ടായി ആ ബ്രാക്കറ്റിനകത്ത്. എന്തായിരുന്നു അത്? 1/32 ഹോൾ റേസ് ടു 1/5. അതുണ്ടായില്ലേ ഈ ഒരു സാധനം? 1/32 ഹോൾ റേസ് ടു 1/5. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 32 നേരത്തെ ചെയ്ത പോലെ 243 ചെയ്ത പോലെ നമുക്ക് ചെയ്യാം. 32നെ പക്ഷെ 3 കൊണ്ടല്ല, നമുക്ക് ഈവൺ നമ്പർ ആണ്. അത് എന്തുകൊണ്ട് പറ്റും? 2 കൊണ്ട്. 2 2 16 2 16s are 32. അപ്പൊ 16 എഴുതി. 2 8s are 16. അപ്പൊ നമ്മൾ 8 എഴുതി. 2 4s are 8. അപ്പൊ നമ്മൾ 4 എഴുതി. 2 2s are 4. അപ്പൊ നമ്മൾ ഇവിടെ താഴത്ത് 2 എഴുതി. ഓക്കെ, ഒരു 2 കൂടി ഉണ്ട് കേട്ടോ അവിടെ. അടിയിൽ 2ന്റെ അല്ല 4ന്റെ അടിയിൽ ഒരു 2 ഉണ്ട്. അപ്പൊ എത്ര 2 കിട്ടി നോക്കിയേ. 2 എത്ര ആയി? അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 എത്ര ആയി? 5 എണ്ണമായി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1/2 റേസ് ടു 5 എന്ന് കിട്ടി. ഹോൾ റേസ് ടു 1/5. കണ്ടല്ലോ, ഇതിന് വേണ്ടിയിട്ടാണ് ഈ 1/5 അവിടെ കിടക്കണേ. മനസ്സിലായി? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും നേരത്തെ ചെയ്ത പോലെ ഈ 5 വെട്ടാം. ദാറ്റ് മീൻസ് നമുക്ക് കിട്ടിയത് 2 ഹോൾ റേസ് ടു -1. ആ -1 അവിടെ നമുക്ക് തന്നേക്കണ ഇക്വേഷനിലുള്ളതാണ്. അപ്പൊ നമ്മള് 243ന്റെ ഹോൾ റേസ് ടു 1/5ഉം 32ന്റെ ഹോൾ റേസ് ടു 1/5ഉം നമ്മൾ ഷോർട്ട് ആക്കി. നമുക്ക് കിട്ടിയത് ഇപ്പൊ 1/3 മൈനസ് 1/2. ഇത്രയും വരെ ക്ലിയർ ആണോ? 1/3 മൈനസ് 1/2 ചെയ്താൽ ഇനി എന്ത് ചെയ്യണ്ടേ നമ്മള്? 1/3 1/2 നമ്മൾ മൈനസ് ചെയ്യാലോ അല്ലെ? ഇപ്പൊ സാധാരണ ഒരു ഫ്രാക്ഷൻ രൂപയില്ലേ, ബാക്കിയൊക്കെ പോയി. അവിടെ ഉണ്ടായിരുന്ന വലിയ സംഭവമൊക്കെ മാറി 1/3 മൈനസ് 1/2 എന്നായി. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? 1/3 മൈനസ് 1/2 എന്ത് ഉത്തരം വരും? ഫ്രാക്ഷൻസ് തമ്മിൽ കുറയ്ക്കാൻ നമ്മൾ പല രീതിയും പഠിച്ചിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ LCM കൊണ്ട് ഗുണിച്ചിട്ട് എഴുതാം, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ എന്ത് വരും? നമുക്ക് ഇവിടെ ഇതിനെ 6 ആക്കാൻ വേണ്ടി 2 കൊണ്ട് ഗുണിക്കാം, അടിയിലും മുകളിലും. ഇവിടെ നമുക്ക് 6 ആക്കാൻ വേണ്ടി 3 കൊണ്ട് ഗുണിക്കാം, അടിയിലും മുകളിലും. അപ്പൊ എന്ത് കിട്ടും ആൻസർ? -1/6. 2/6 മൈനസ് 3/6 എന്ന് കിട്ടും. 2/6 മൈനസ് 3/6. നോക്കിയ ഡിനോമിനേറ്റർ സെയിം ആയി, ഛേദം ഒരുപോലെ ആയി. വലുതിന് ചേർത്ത് കുറച്ച്, വലുതിന്റെ ചിഹ്നം. അപ്പൊ എന്ത് വരും? -1/6. കണ്ടോ? ആദ്യത്തെ ബ്രാക്കറ്റ് നമുക്ക് എന്ത് കിട്ടി? -1/6 എന്ന് കിട്ടി. ആദ്യത്തെ ബ്രാക്കറ്റിന്റെ ഉത്തരം നമുക്ക് എന്ത് കിട്ടി? -1/6 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പിൽ ഇനി എന്താ ചെയ്യാൻ പറ്റുക? -1/6 എന്ന് കിട്ടി. അപ്പൊ കഴിഞ്ഞിട്ടില്ല, ഇതിന്റെ അടുത്ത ബ്രാക്കറ്റ് നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പൊ നമുക്ക് കിട്ടിയത് -1/6 ഹോൾ റേസ് ടു -1 എന്നുണ്ട് ഇവിടെ. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഞാൻ എന്താ പറഞ്ഞേ? രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞ? ഈ തുടങ്ങുന്നതിന് മുമ്പ് ക്ലാസ് അല്ലെ, ഈ പ്രോബ്ലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എക്സ്പോണൻഷ്യലിന്റെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഏതെങ്കിലും സംഖ്യകൾക്ക് നെഗറ്റീവ് പവർ ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് പവറിനെ പോസിറ്റീവ് ആക്കാൻ എന്ത് ചെയ്താൽ മതി എന്നാ പറഞ്ഞത്? Reciprocal ഓഫ് -1/6. -1/6ന്റെ റെസിപ്രോക്കൽ എന്താ അങ്ങനെയാണെങ്കിൽ? 6/1. 6/-1. 6/-1. 6/-1 തന്നെയാണ് അതിന്റെ റെസിപ്രോക്കൽ. 6 മുകളിലേക്കും പോയി, അടിയിലേക്ക് ആ 1 വന്നു. 1 വന്നപ്പോ നമ്മൾ ആ 1ന്റെ കൂടെ അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ചിഹ്നം കൂടി ഇട്ടുകൊണ്ട് വന്നു, -1. പക്ഷെ ഡിനോമിനേറ്ററിൽ നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ ഈ ഫ്രാക്ഷൻ വരുമ്പോഴില്ലേ, ഡിനോമിനേറ്ററിന് ആ വില ആ നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ, ഡിനോമിനേറ്ററിൽ ഛേദത്തിൽ മാത്രമാണ് നെഗറ്റീവ് എങ്കിൽ അത് നമ്മൾ അംശത്തിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ ആൻസർ ചെയ്ത. -6/1 എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം -6 ആണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഉത്തരം കിട്ടി. ആദ്യത്തെ ബ്രാക്കറ്റ് ക്ലിയർ ചെയ്തു, -6. ഇവിടെ വരെ വല്ല സംശയം ഉണ്ടോ? ഇല്ലല്ലോ.
ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണ്. അതായത് നമുക്ക് കിട്ടിയ ആ വലിയ ബ്രാക്കറ്റിലെ 243 ഒരു പവറാക്കി മാറ്റി, 32നെയും മറ്റൊരു പവറാക്കി മാറ്റി, 2നും നമുക്ക് 3 ഘാതം 5 എന്നും 2 ഘാതം 5 എന്ന് പറയുന്ന രണ്ട് ബ്രാക്കറ്റുകളായിട്ട്, രണ്ട് എക്സ്പൊണൻഷ്യൽ ഫോമുകളായിട്ട് നമ്മൾ അതിനെ ചെറുതാക്കി സിമ്പിൾ ഫോമിലേക്ക് ആക്കി. അതിനുശേഷം അതിന്റെ ഹോൾ പവറായ 1/5 കൊണ്ട് രണ്ടിലെയും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 5ഉം 5ഉം ക്യാൻസൽ ചെയ്ത് പോയി. സോ വി ഗോട്ട് ദ ആൻസർ 1/3 മൈനസ് 1/2, 1/3 മൈനസ് 1/2. അത് നമ്മൾ സാധാരണ ചെറിയ ഫ്രാക്ഷൻസ് തമ്മിൽ ലഘൂകരിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്തു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ LCM ആക്കി ഒരേപോലത്തെ ഡിനോമിനേറ്റർ സെയിം ആക്കിയോ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് -1/6 ഹോൾ റേസ് ടു -1 ആണ്. ഈ ഹോൾ പവർ എന്ന് പറയുന്നത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും പവർ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ആ നെഗറ്റീവ് പവർ വെച്ച് നമുക്ക് കണക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ നെഗറ്റീവ്സ് പവറിൽ നിന്ന് മാറ്റി അത് പോസിറ്റീവ്സ് ആക്കണം. പോസിറ്റീവ് ആകാനായിട്ട് ഒന്നും ചെയ്യാനില്ല, അതിന്റെ റെസിപ്രോക്കൽ ചെയ്താൽ മതി. വെറുതെ ഒരു സംഖ്യ എടുക്കാണ് 3 റേസ് ടു എന്താ പറയാ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം തരട്ടെ, 3 റേസ് ടു -2. ഇതിനെ നമ്മൾ എങ്ങനെയാക്കും? അപ്പൊ പോസിറ്റീവ് ആക്കാൻ എന്ത് ചെയ്യും? ഇതിനെ ഒന്ന് മാറ്റാമോ? ഈ നെഗറ്റീവ് പവർ മാറ്റാമോ? ഒന്ന് പറഞ്ഞു, ഒന്ന് ഉത്തരം പറയാമോ? 1/3 raised to 2. വെരി ഗുഡ്. 3 റേസ് ടു 2 ആണ്. ഓക്കെ, അതായത് 3 എന്ന് പറയുന്നതിന്റെ റെസിപ്രോക്കൽ 1/3 ആണ്. 3 എന്ന് പറഞ്ഞ വെറുതെ ഒരു സംഖ്യ മാത്രമുള്ളെങ്കിൽ ഏതൊരു സംഖ്യയ്ക്കും അതിന്റെ റെസിപ്രോക്കൽ അതിനെ നേരെ താഴേക്ക് എടുത്തിട്ടാൽ മതി, 1/, ഇട്ടിട്ട് എഴുതിയാൽ മതി, 1/3. ഇനി അതിന്റെ പവർ നമ്മൾ -2 ആയിരുന്നു, ആ പവർ 3ക്ക് ഇട്ട് കൊടുത്തു, പോസിറ്റീവ് ആക്കി ഇട്ട് കൊടുത്തു. ഇനി വീണ്ടും എഴുതുമ്പോൾ ബൈ ഇട്ടിട്ട് 3യുടെ മുകളിൽ -2 എന്ന് എഴുതാൻ പാടില്ല. അതിന്റെ റെസിപ്രോക്കൽ എഴുതി കഴിഞ്ഞാൽ വി ഹാവ് ടു ചേഞ്ച് ദ പവർ ഇൻ ടു പോസിറ്റീവ് ആക്കി മാറ്റണം. അപ്പൊ നമുക്ക് ആദ്യത്തെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, -6 അവിടെ ഇരുന്നോട്ടെ മനസ്സിൽ. നമുക്ക് ഇനി അടുത്തൊരു ബ്രാക്കറ്റ് കൂടി ഉണ്ട് സോൾവ് ചെയ്യാനായിട്ട്. 1/3 റേസ് ടു -. ഇത് നമുക്ക് ചെറുതാക്കാനൊന്നുമില്ല, ഓൾറെഡി ചെറിയ ഫോമിലാണ്, പക്ഷെ ചില ചേഞ്ചസ് മാത്രമേ വരുത്താനുള്ളൂ. ഹോൾ റേസ് ടു അവിടെയും ഉണ്ട് -1. അപ്പൊ നമുക്ക് ഇനി ഇത് ഒന്ന് സോൾവ് ചെയ്യാം. എങ്ങനെ സോൾവ് ചെയ്യും? അപ്പൊ ഒന്ന് പറഞ്ഞേ. ഇത് സിമ്പിൾ ആയിട്ട്, മറ്റേത് നമുക്ക് നമ്മൾ ഫാക്ടറൈസ് ചെയ്തൊക്കെ എടുക്കേണ്ടി വന്നു, ഇതൊന്നും വേണ്ട. പിന്നെ എങ്ങനെ ചെയ്യും പറ? 1/3 റേസ് ടു -1. നെഗറ്റീവ് പവർ വെച്ചിട്ട് ചെയ്യണ്ട. അപ്പൊ നമ്മൾ ബ്രാക്കറ്റ് ആണ് ആദ്യം ക്ലിയർ ചെയ്യണ്ടേ, അത് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിന്റെ പുറത്തുള്ള കാര്യത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ബ്രാക്കറ്റിനകത്ത് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടോ നോക്ക്. എന്ത് ചെയ്യണം? 3 raised to -1 ഞാൻ മാറ്റും. 3 റേസ് ടു 1 മാറ്റി എഴുതണം. 3 minus 4 whole raised to -3. 3 minus 4. 3 അതായത് the whole raised to ശരി. അതായത് 3ന്റെ ആ നെഗറ്റീവ് പവർ മാറ്റണം. 3ന്റെ നെഗറ്റീവ് പവർ മാറ്റെങ്കിൽ 3ന്റെ മുകളിലേക്ക് ഉണ്ടോ? 1/3 എന്നുള്ളത് നേരെ 3 റേസ് ടു 1 എന്ന് പറഞ്ഞാലും വെറുതെ 3 എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. പക്ഷെ ഞാൻ ആ 1 നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാൻ 3 റേസ് ടു 1 എന്ന് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. 3 റേസ് ടു 1 എന്ന് പറഞ്ഞാലും 3 എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. മൈനസ് അതേപോലെ തന്നെ ഇവിടെ അടുത്തത് 4 റേസ് ടു -1 എന്ന് പറയുമ്പോൾ -4 അല്ലെ? 4 raised to 1. ഇനി ഹോൾ റേസ് ടു -1 അങ്ങനെ തന്നെ എഴുതി. ഇവിടെ നമുക്കറിയാം 3 മൈനസ് എന്താ പറയാ 4. ബ്രാക്കറ്റ് ക്ലിയർ ചെയ്യാം. 3 - 4 എന്ന് വെച്ചാൽ എന്താ ഉത്തരം? 3 - 4 വലുതീന്ന് ചെറുത് കുറച്ച് -1 ഹോൾ റേസ് ടു -1 എന്ന് തന്നെ അല്ലെ? -1 ഹോൾ റേസ് ടു -1 എന്തായിരിക്കും അതിന്റെ ഉത്തരം? -1 തന്നെ. -1 തന്നെ. അതെ, ഏതൊരു -1 എന്ന് പറയുന്നത് -1 തന്നെ പവർ കൊടുത്താൽ ആൻസർ എന്ന് പറയുന്നത് -1 ആണ്. അപ്പൊ -1 നമുക്ക് ഉത്തരം കിട്ടി. അപ്പൊ ആദ്യത്തെ ബ്രാക്കറ്റിന്റെ ഉത്തരം നമ്മുടെ കയ്യിലുണ്ട് -6. രണ്ടാമത്തെ ഉത്തരം നമുക്കുണ്ട് -1. അപ്പൊ -6 രണ്ട് ബ്രാക്കറ്റിന്റെ ഇടയിൽ ഒരു വലിയ ചിഹ്നം ഉണ്ടായി. അതേതായിരുന്നു ചിഹ്നം? പ്ലസ് ആണോ മൈനസ് ആണോ? പ്ലസ്. -6 പ്ലസ് -1 രണ്ടും ഒരേ ചിഹ്നങ്ങൾ തന്നെയാണ്. അപ്പൊ കൂട്ടിയിട്ട് ആ ചിഹ്നം തന്നെ ഇടണം. സംഖ്യകൾ തമ്മിൽ കൂട്ടുക. 6 1 7 അതേ ചിഹ്നം തന്നെ കൊടുക്കണം. ക്ലിയർ ആയോ? കുഴപ്പമില്ലല്ലോ? ഇല്ല. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അതൊരെണ്ണം വലുതായതുകൊണ്ട് ഞാൻ അന്ന് ചെയ്യാണ്ട് ഇവിടെ വിട്ടേ. കാരണം വെച്ചാൽ അത് അത്ര എളുപ്പം എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് ക്ലിയർ ആവില്ല. അതുകൊണ്ടാ. അടുത്ത ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞേ. എന്തായിരുന്നു ചോദ്യം? 225 ഒരു കോമ 17. അതേപോലെ ആണെങ്കിൽ 256 ഒരു കുത്ത് കോമ ക്വസ്റ്റ്യൻ മാർക്ക്. അതാണെന്ന് തോന്നുന്നു ചോദ്യം അല്ലെ? എങ്ങനെയല്ലേ ചോദ്യം? അടുത്തത് 256 അങ്ങനെയാണെങ്കിൽ എന്ത് ആയിരിക്കും? ഏതാ? 18.
18. 18. എങ്ങനെ കിട്ടിയ പാറ്റേൺ എങ്ങനെ മനസ്സിലായി? 225 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്ക്വയർ 15ന്റെ സ്ക്വയർ. പക്ഷെ അവര് 15 എന്നല്ല അവർ എഴുതിയെ. 15ന്റെ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് 15 ആയിരുന്നു എഴുതണ്ടേ. പക്ഷെ അവർ അങ്ങനെയല്ല, എന്തോ വേറൊരു കാര്യം കൂടി അവർ ചെയ്തിട്ടുണ്ട്. 15ന്റെ കൂടെ അത് 17 ആക്കി. 17 ആക്കിയെങ്കിൽ എത്ര കൂട്ടി അതിന്റെ കൂടെ? 2 കൂട്ടി. 2 കൂട്ടി. ആ 15 എന്ന് പറയുന്ന സംഖ്യയുടെ കൂടെ 2 കൂട്ടി 17 ആക്കി. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അത് 17 ആയി. അങ്ങനെയാണെങ്കിൽ 256 എന്തിന്റെ സ്ക്വയറാ? 16ന്റെ സ്ക്വയർ. 256. 256 അങ്ങനെയാണെങ്കിൽ 16ന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? 2 കൂട്ടണം അല്ലെ? 2 കൂട്ടണം. അപ്പൊ 18. So the missing number is 18. 18. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 11, 162, 813, 644. ഇതില് ഓഡ് വൺ ചെയ്യാനാണോ ചോദ്യം? അതെ, കൂട്ടത്തിൽ ചേരാത്ത. ഏതാണ് കൂട്ടത്തിൽ പെടാത്തെ? 644. 644 ആണ് പെടാത്തത്. വൈ? എന്തുകൊണ്ടാ? 11 വന്നിട്ടുണ്ട്, 162 വന്നിട്ടുണ്ട്, 813 വന്നിട്ടുണ്ട്, 644 വന്നിട്ടുണ്ട്. ഇതില് കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. 11 എങ്ങനെയായിരിക്കും ആ ഒരു പാറ്റേൺ വന്നേക്കാം? 614 മറ്റേതൊക്കെ ഇങ്ങനെ കൂടി കൂടി വന്ന ഇടയ്ക്ക് വന്നപ്പോ 644 കുറഞ്ഞു പോയത് കൊണ്ടാണോ? ഒന്നിന്റെ എന്താ പറയാ ഒരു ചെയ്തു വെച്ചിരിക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഒന്ന് പിന്നെ വീണ്ടും ഒരു 1 തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് 11 ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ 1ന്റെ സ്ക്വയർ ആകാം, 1ന്റെ ക്യൂബ് ആകാം, 1ന്റെ പവർ ഓഫ് 4 ആകാം, എന്ത് വേണമെങ്കിലും ആകും. കാരണം 1നെ നമ്മൾ എന്ത് ചെയ്താലും എത്ര പവർ കൊടുത്താലും 1 ആയിട്ട് തന്നെ നിൽക്കുള്ളൂ. അതുകൊണ്ട് അത് വെച്ച് നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഇനി അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് അവിടെ ഇരിക്കട്ടെ, അത് അവിടെ നിൽക്കട്ടെ നമുക്ക്. കാരണം അതിനെ സ്ക്വയർ ചെയ്യണോ, ക്യൂബ് ചെയ്യണോ, പവർ 4 ആക്കണോ, 5 ആക്കണോ ഒന്നും നമുക്കറിയില്ല. കാരണം അതറിയാൻ പറ്റാത്തതിന്റെ കാരണം ഇതാണ്. 1ന് ഏത് പവർ കൊടുത്താലും ദ ആൻസർ വിൽ ബി 1 ആയിരിക്കും. അപ്പൊ നമുക്ക് 2വിനെ വെച്ചൊന്ന് നോക്കാം. 2 എന്നുള്ളത് അത് 162 ആകണം, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ അതിനെന്തെങ്കിലും നമുക്ക് നോക്കാം. 2വിന്റെ സെക്കൻഡ് പവർ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 4 ആകുള്ളൂ. തേർഡ് പവർ എടുത്താലോ? 8 അല്ല അവര് പറഞ്ഞേക്കണേ. അപ്പൊ നമുക്ക് അവിടെ 8 അല്ല 16 വന്നിട്ടുണ്ട്. അപ്പൊ 2വിന്റെ 4th പവർ ആണെങ്കിലോ? 4th പവർ എന്ന് പറയുന്നത്. പക്ഷെ 16 അല്ല അവര് തന്നേക്കണേ, 162 ആണ്. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ടാവും അവര്? നോക്കാം നമുക്ക്. ഈ 16 അങ്ങനെ എഴുതി, 2വിന്റെ 4th പവർ എഴുതി, അതിന്റെ കൂടെ അത് ഏത് സംഖ്യ ആയിരുന്നോ ആ സംഖ്യ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ആ സംഖ്യ തന്നെ എടുത്ത് എഴുതി നോക്കാം. നമുക്ക് അടുത്തത് കൂടി ഒന്ന് നോക്കാം. 813. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏതാണ് വരേണ്ടത്? അങ്ങനെയാണെങ്കിൽ അവിടെ 3ന്റെ 4th പവർ. 3ന്റെ 4th പവർ 3 3s are 9, 9 3s are 21, 1 3s are 81 ആണ്. അപ്പൊ 81 വന്നു. എന്നിട്ട് ആ സംഖ്യ തന്നെ റിപ്പീറ്റ് ചെയ്തു. അപ്പൊ ശരിയാണ്. അപ്പൊ നോക്കാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ 4ന്റെ എന്ത് പവറാ വേണ്ടത്? 4th പവർ. 4ന്റെ 4th പവർ 16, 256, 256. പിന്നെ എന്ത് കൊടുക്കണം അവിടെ? ഒരു 4 കൂടി എഴുതണം. ഇതാണ് വരേണ്ടതായിരുന്നേ. പക്ഷെ നമുക്ക് കിട്ടിയേക്കുന്നത് ഇവിടെ 624 ആയതുകൊണ്ട് ഏതാണ് കൂട്ടത്തിൽ പെടാത്തെ? 644. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? സംശയമില്ലല്ലോ? ഇല്ല. ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ട്രെയിനിന്റെ സ്പീഡ് തന്നിട്ടുണ്ട് 90 km/h. അങ്ങനെയല്ലേ? അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ബാക്കി അറിയില്ല എനിക്ക്. ഒന്ന് വായിക്കാമോ? ക്വസ്റ്റ്യൻ എന്റെ കയ്യിലില്ല. വായിക്കോ? 15ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ട്രെയിൻ 18 സെക്കൻഡിനുള്ളിൽ ഒരു പാലം കടന്നു പോകുന്നു. ഒരു മനുഷ്യൻ 10 സെക്കൻഡിനുള്ളിൽ പാലത്തിന് മുകളിൽ നിൽക്കുന്നു. ട്രെയിനിന്റെ വേഗത 90 km/h എങ്കിൽ പാലത്തിന്റെ നീളം എത്ര? അപ്പൊ ടൈം എന്ന് പറയുന്നത് 18 സെക്കൻഡ്. അവിടെ ഒരു ആള് 10 സെക്കൻഡിൽ ഒരാൾ അവിടെ വന്ന് നിന്നിട്ടുണ്ട്. അപ്പൊ 2 ടൈം അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. 2 ടൈമുകളാണ് തന്നിട്ടുള്ളത്. T1ഉം T2ഉം തന്നിട്ടുണ്ട്. അത് എന്തിനായിരിക്കും എന്ന് നമുക്ക് നോക്കാം. 10 സെക്കൻഡ്സും ഒരു 18 സെക്കൻഡ്സും തന്നിട്ടുണ്ട്. ട്രെയിനിന്റെ സ്പീഡ് തന്നിരിക്കുന്നത് 90 km/h ആണ്. എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ് ചോദിച്ചേക്കണേ. എന്താണ് ഡിസ്റ്റൻസ്? ദൂരം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാലോ. എന്താ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ?
സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അപ്പൊ നമുക്ക് ഇവിടെ സ്പീഡ് തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് എത്ര കിലോമീറ്റർ ദൂരം അല്ല മീറ്റർ ആണ്. എത്ര മീറ്റർ ദൂരം സഞ്ചരിച്ചു എന്നാണ് ചോദിച്ചേക്കണേ. അപ്പൊ മീറ്ററിലാണ് നമുക്ക് ഉത്തരം കാണേണ്ടത്. തന്നെയുമല്ല ഇവിടെ തന്നിരിക്കുന്ന സമയം സെക്കൻഡ്സിലുമാണ്. അപ്പൊ ചെറിയ യൂണിറ്റിലേക്ക് ആക്കണം. സമയം എന്ന് പറയുന്നത് സെക്കൻഡ്സിലാണെങ്കിൽ അത് മീറ്റർ പെർ സെക്കൻഡ്സിലേക്ക് ആക്കണം. കിലോമീറ്റർ പെർ സെക്കൻഡ്സ് പറയാറില്ല. കിലോമീറ്റർ പറയുകയാണെങ്കിൽ വിൽ ബി അതിന്റെ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് എന്ന് പറയുന്നത് അവർ ആയിരിക്കും. കിലോമീറ്റർ പെർ അവർ. സെക്കൻഡ്സിലാണ് ടൈം തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ അത് മീറ്റർ പെറിലേക്ക് പറയണം. മീറ്റർ പെർ. അപ്പൊ നമുക്ക് തന്നേക്കണ ട്രെയിനിന്റെ സ്പീഡില്ലേ, സ്പീഡ് നമുക്ക് അപ്പൊ ഈ 90 വെച്ച് എടുക്കാൻ പറ്റില്ല. കാരണം 90 തന്നിരിക്കുന്നത് 90 എന്ന് പറഞ്ഞിരിക്കുന്നത് കിലോമീറ്റർ പെർ അവർ ആണ്. ഒരു മണിക്കൂറിൽ 90 കിലോമീറ്റർ പെർ വേഗതയിലാണ് സഞ്ചരിക്കുന്നതെന്നാണ് പറഞ്ഞേക്കണേ. പക്ഷെ മണിക്കൂറിലല്ല, നമുക്കത് കൺവേർട്ട് ചെയ്ത് സെക്കൻഡ്സിലേക്ക് ആക്കണമെങ്കിൽ നമ്മൾ ആ സമയത്തെ നമ്മൾ എന്ത് ചെയ്യണം? 90 കിലോമീറ്റർ പെർ അവറിനെ നമ്മള് മീറ്റർ പെർ സെക്കൻഡ്സിലേക്ക് എങ്ങനെയാ കൺവേർട്ട് ആക്കാം? നമ്മള് മീറ്റർ പെർ സെക്കൻഡ്സിലേക്ക് 90 ഇൻറ്റു 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ 18 5 കറക്റ്റ് ആയിട്ട് പോകുമല്ലോ. 5 പ്രാവശ്യം 90 അല്ലെ? 5 പ്രാവശ്യം 90 കറക്റ്റ് ആയിട്ട് 18 പോകും. അപ്പൊ 5 ഇൻറ്റു 5 25 മീറ്റർ പെർ സെക്കൻഡ്സ്. മീറ്റർ പെർ സെക്കൻഡ്സ് ആയി. ഇപ്പൊ നമ്മുടെ സമയം സ്പീഡ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടി 25 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നമുക്ക് സ്പീഡ് കറക്റ്റ് ആയിട്ട് സ്പീഡിന്റെ സ്ഥലത്ത് കൊടുക്കാം. ഇനി ടൈമാണ്. അവിടെ 2 ടൈം മെൻഷൻ ചെയ്തില്ല. എന്തിനായിരിക്കും? അതായത് ഒരാള് 10 സെക്കൻഡ് കൊണ്ട് ഒരു സ്ഥലത്ത് വന്നെത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയാ 18 സെക്കൻഡ് കൊണ്ട് ആ ട്രെയിൻ അയാൾ നിൽക്കുന്നിടത്ത് നിന്ന് കടന്നങ്ങോട്ട് എത്താനാണ്. അപ്പൊ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടൈം അവിടെ നിന്ന് 10 തുടങ്ങി 8 സെക്കൻഡ് വരെയാണ് സമയം എന്ന് പറയുന്നത്. അപ്പൊ മൊത്തം എത്ര സമയമാണ് എടുക്കുന്നത് കവർ ചെയ്യാനായിട്ട്? 8 സെക്കൻഡ് ആണ് എടുക്കുന്നതുള്ളൂ. അപ്പൊ 25 ഇൻറ്റു 8 അതാണ് നമ്മുടെ ഉത്തരം. 25 ഇൻറ്റു 8 8 ആണ് സെക്കൻഡ്സ് ആണ് നമ്മൾ സമയം കൺസിഡർ ചെയ്യുന്ന കാര്യമുള്ളൂ. അല്ലാതെ നേരെടുത്ത് നമ്മൾ 18 കൊണ്ടോ അല്ലെങ്കിൽ 25 ഇൻറ്റു 18 അല്ലെങ്കിൽ 25 ഇൻറ്റു 10 ചെയ്യാൻ പാടില്ല. 10 സെക്കൻഡ്സിൽ ഒരാൾ അവിടെ എത്തി. ആ ആളിന്റെ അവിടെ എത്തിയ സൈമിൾട്ടേനിയസ് ആയിട്ട് അവിടെ വന്ന ട്രെയിന് അയാളെ കവർന്ന് എന്താ പറയാ 18 സെക്കൻഡ് ദൂരം എത്ര പോകും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ എടുക്കുന്ന ആ സമയം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. 10 18 10 എന്ന് പറയുന്ന സമയം തമ്മിൽ മൈനസ് ചെയ്തിട്ട് എടുക്കേണ്ട സമയം 8 ആണ്. 25 ഇൻറ്റു 8 എത്ര മീറ്റർ ദൂരം പോയി? ദൂരം എത്രയാ? 200 മീറ്റേഴ്സ് ആണ് കിട്ടേണ്ട ഉത്തരം. 200 മീറ്റർ. നിങ്ങൾക്ക് തന്നത് 150 200 250 300 എന്നാണ് തന്നിരുന്ന സമയങ്ങൾ ഡിസ്റ്റൻസുകള്. അപ്പൊ 200 ആണ് ഉത്തരം. ക്ലിയർ ആയോ? ഓക്കെ. ഓക്കെ. അപ്പൊ ഇനി അടുത്തത് കുറച്ച് ഫ്രാക്ഷൻസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ചെയ്തണ്ടോ? ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഒന്ന് വേഗം നമുക്ക് ആൻസർ പറഞ്ഞു പോകാം. ഒന്നാമത്തെ ആൻസർ എന്താ? 6/15 ഇൻറ്റു 2/15. ഉത്തരം വായിക്കാം. 8/15 12/50 12/225 12/30 12/225 ആണ് നമ്മുടെ ഓപ്ഷനിലുള്ള ആൻസർ. തെരഞ്ഞെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓപ്ഷനിൽ തന്നിരിക്കുന്ന ആൻസർ ചിലപ്പോൾ ചെറുതാക്കിയിട്ടുണ്ടാവും, കുഴപ്പമില്ല. നമ്മുടെ ഓപ്ഷനിൽ അത് കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് ആൻസേഴ്സ് സെൻഡ് ചെയ്തപ്പോ നോക്കാം ഈ തന്നിരിക്കുന്ന ആൻസർ ഏതാണെന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം കേട്ടോ. എവിടെന്നാ സൗണ്ട് വരണേ? ഓക്കെ. അടുത്ത ചോദ്യം 3/2 ഇൻറ്റു 1/2 ഇൻറ്റു 5/2. 15/8. 15/8 ആണോ എല്ലാവർക്കും കിട്ടിയ? 8/8 8/2 15/8 15/8 എല്ലാവർക്കും കിട്ടിയല്ലോ? ഓക്കെ. കിട്ടി. എല്ലാവർക്കും കിട്ടിയെന്ന് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യില്ല കേട്ടോ, സ്ക്രീനിൽ ചെയ്യില്ല. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 2/5 ഹരണം 3/5. 2/5 ഹരണം 3/5. ഉത്തരം 6/25 2/3 3/2. 2/3.
2/3 കറക്റ്റ് ആൻസർ ആണ് 2/3. ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചോളട്ടാ, ഞാൻ അത് പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി അവരൊക്കെ ചെയ്തല്ലോ ഇനി അങ്ങനെ ചോദിക്കുന്നൊന്നും വിചാരിക്കണ്ട, നമുക്ക് നമ്മളുടേതാണ് ആവശ്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫ്രാക്ഷൻസിന്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യിപ്പിക്കുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് പേര് എന്നോട് ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആയിട്ട് നിങ്ങൾക്ക് തരാനും അതപ്പോ ക്ലാസ്സിൽ ആർക്കെങ്കിലും ഇനി ആൻസർ കിട്ടിയില്ലെങ്കിൽ അത് ഡിക്റ്റേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് തന്നത്. ക്വസ്റ്റ്യൻസ് പറയണമെങ്കിൽ നിങ്ങൾ പറയണം, എന്നാലും മാത്രമേ ഞാൻ പറയുള്ളൂ, അല്ലെങ്കിൽ എല്ലാവർക്കും അതൊക്കെ സിമ്പിൾ പറയണം. ഏതാ പറയണ്ടേ? എത്രാമത്തെ പറയണം? 3 തുടങ്ങി പറയണോ? ഇപ്പൊ പറഞ്ഞത് മതി. 3-മത്തെ മതി. അപ്പൊ 2/5 ഡിവൈഡഡ് ബൈ 3/5. 2 ഫ്രാക്ഷൻസ് തമ്മിൽ ഒരിക്കലും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഒരു ഫ്രാക്ഷനെ മറ്റൊരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരുമ്പോ, ഒരു ഹോൾ നമ്പർ ആയാലും ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരുമ്പോ നേരെ തല തിരിച്ചിടാം. ദാറ്റ് മീൻസ് റെസിപ്രോക്കൽ കൊണ്ട് അവിടെ ഗുണിക്കുക, ഗുണനേ ഉള്ളൂ. അപ്പൊ 2/5 എന്നുള്ളത് മാറ്റൂല, അത് മാറ്റില്ല. ഏത് നമ്പർ കൊണ്ടാണോ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത് അതിന്റെ റെസിപ്രോക്കൽ കാണാം. അപ്പൊ എന്താകും? 3/5ന്റെ റെസിപ്രോക്കൽ എന്ത് വരും? 5/3. അപ്പൊ നോക്കിയേ, ഇനി നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? ഈ അടിയിലും മുകളിലും ഒരേപോലെ വെട്ടി ചെറുതാക്കാൻ പറ്റുന്ന സംഖ്യകളോ കോമൺ ആയിട്ട് വെട്ടിക്കളയാൻ പറ്റാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ, ഏതെങ്കിലും ഒരു കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഈ വെട്ടി ചെറുതാക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഗുണിച്ചിട്ട് ചെറുതാക്കേണ്ടി വരും. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അംശത്തോട് ഗുണിച്ച്, അതുപോലെ ഛേദത്തോട് ഗുണിച്ച് എഴുതിയതിനു ശേഷം അതിനെ കോമൺ നമ്പർ വെച്ച്, അപ്പൊ വലിയ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്തെടുക്കേണ്ടി വരും. അതിനേക്കാളും വേഗം നമുക്ക് വെട്ടിക്കളയാൻ പറ്റുന്ന അടിയിലും മുകളിലും ഒരേപോലെ തന്നെ സംഖ്യകളോ ഒരേ സംഖ്യകൾ കൊണ്ട് ഡിവൈഡോ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ വെട്ടിച്ചെറുതാക്കാം. ഇവിടെ നോക്കിയേ, 5 ഇവിടെ അടിയിലുണ്ട്, 5 ന്യൂമറേറ്ററിലും ഉണ്ട്. 5ഉം 5ഉം വെട്ടിപ്പോയി, നേരിട്ട് നമുക്ക് ഉത്തരം കിട്ടി 2/3, 2/3. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ 10/15. ഒരു ഡൗട്ട് ഉണ്ടായിരുന്നേ. ഈ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോ ഡിനോമിനേറ്റർ സെയിം ആയാൽ അത് കോമൺ ആയിട്ട് എടുക്കില്ല, മൾട്ടിപ്ലൈ ചെയ്തിട്ട് തന്നെ എടുക്കുക? അതെ. ഞാനത് ഫസ്റ്റ് ചെയ്തപ്പോ തെറ്റിയിരുന്നു, ഇപ്പൊ പറയുമ്പോ എനിക്ക് സംശയം വന്നത്. ആണാ? അതായത് എങ്ങനെ വിചാരിച്ചു? അതായത് 6/15 അല്ലെ? ഞാൻ 12/6 2s are 12, 15 കോമൺ ആക്കിയിട്ട് കോമൺ ഡിനോമിനേറ്റർ ആക്കി എഴുതി. ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് ഒരു പ്രാവശ്യം എടുത്ത് എഴുതി? ഇല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് പ്ലസ് അഡീഷനും സബ്ട്രാക്ഷനും വരുമ്പോഴാണ് അങ്ങനെ ചെയ്യേണ്ടത്. കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോഴാണ് ഒറ്റ പ്രാവശ്യം ഡിനോമിനേറ്റർ സെയിം ആക്കി ഒറ്റ പ്രാവശ്യം മാത്രം ഡിനോമിനേറ്റർ എടുത്ത് എഴുതിയാൽ മതി. ഗുണനം വരുമ്പോ പറ്റില്ല, ഗുണനവും ഹരണവും വരുമ്പോ ഹരിക്കേണ്ടി വരുമ്പോ തല തിരിച്ചിട്ടിട്ട് ഗുണിക്കുക തന്നെ ചെയ്യണം. എനിക്ക് ഇതാ ഡൗട്ട് വന്നെ. താങ്ക് യു മിസ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ് അപ്പൊ വെട്ടിച്ചെറുതാക്കാൻ പറ്റൂലേ? അപ്പൊ വെട്ടിച്ചെറുതാക്കാൻ പറ്റും. അതല്ലേ ഞാൻ പറഞ്ഞത്. ചിലര് വെട്ടിച്ചെറുതാക്കിയിട്ടുണ്ടാവും. ചിലർ അവിടെ നേരത്തെ ഏതായിരുന്നു എനിക്ക് തോന്നുന്നു 4/275 എന്നൊക്കെ ആൻസർ ടൈപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു, ചെറുതാക്കിയത്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിങ്ങളുടെ ഉത്തരം വേണ്ടേ? നമുക്ക് അങ്ങനെയല്ല, അതല്ല എന്റെ പരീക്ഷാ രീതി എന്ന് പറയുമ്പോ. എനിക്ക് ഉത്തരം 4/5 അല്ലെങ്കിൽ ചെറിയ ലോവസ്റ്റ് ടേമിലേക്ക്, ഏറ്റവും ചെറിയ ലോവസ്റ്റ് ടേമിൽ ഞാൻ ഉത്തരം എടുത്ത് എഴുതി. എന്നിട്ട് എന്റെ ഉത്തരമാണ് ശരി എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഓപ്ഷനിൽ ആ ഉത്തരത്തിന് ഈക്വൽ ആയിട്ട് മറ്റൊരു ഉത്തരം അവിടെ ഉണ്ടാവുമായിരിക്കും. ചിലത് ലോവസ്റ്റ് ടേമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതണം, ചിലത് അവിടെ നമുക്ക് കിട്ടിയ ഉത്തരം അങ്ങനെ പാട് തന്നെ എഴുതി. 12/225 അവിടെ ശരിക്കും പറഞ്ഞാൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 4 12, മുകളില് 4 പ്രാവശ്യവും അടിയില് 7 3 7 × 5 75. 4/75 ചെറുതാക്കാം. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഇല്ലല്ലോ അങ്ങനെ ഒരു ഉത്തരം. മനസ്സിലായോ? മനസ്സിലായി. ഞാൻ 4/75 എന്നാണ് എഴുതിയിരുന്നത്, അതാണ്. അത് കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ അന്നേരം തന്നെ ഒരു സെന്റൻസ് അവിടെ പറഞ്ഞല്ലോ, ആരോ അവിടെ ടൈപ്പ് ചെയ്തിരുന്നു 4/75. അതെന്റെ കണ്ണിൽ പെട്ട്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് നമുക്ക് തന്നിരിക്കുന്ന ആൻസർ ഓപ്ഷൻസിൽ അത് ഉണ്ടോന്ന് നോക്കാം. നമ്മൾ എഴുതിയ ഉത്തരമാണോ ഉള്ളത്, അല്ലെങ്കിൽ അതിന് മുമ്പുള്ളതോ അത് കഴിഞ്ഞ് വീണ്ടും ചെയ്യണോ എന്ന് നോക്കിയിട്ട് വേണം ആൻസർ ടിക്ക് ചെയ്യാൻ. അപ്പൊ ഇവിടെ 12/225 നമുക്ക് കിട്ടി, എന്നിട്ടാണ് നമ്മൾ ചെറുതാക്കിയിരിക്കണത്. അപ്പൊ അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാന്ന് പറഞ്ഞത്. ശരി, താങ്ക് യു. അപ്പൊ ഇനി 10/15 ഡിവൈഡഡ് ബൈ 5/15 ഉത്തരം കിട്ടും 2. 15നെ നമുക്ക് തലതിരിച്ചിടണം. 5/15 തലതിരിച്ചിടുമ്പോ 15/5 ആകും. 15ഉം 15 നമുക്ക് സ്ട്രൈക്ക് ചെയ്യാം.
വീണ്ടും 5നെ നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കറക്റ്റ് 2 ടൈംസ് ആണ്. അപ്പൊ 2 ആണ് നമ്മുടെ ഉത്തരം. 5/2 2 വെറുതെ 5 ഉണ്ട്. പിന്നെ 50/15 ഉണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം അതാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ 2 ആണ് ആൻസർ കേട്ടോ. അടുത്തത് 2/6 പ്ലസ് 3/2. 2/6 പ്ലസ് 3/2 11/6. 11/6, 5/8, 6/12, 4/18. 11/6. 11/6 എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒന്നുകിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, ഡിനോമിനേറ്റർ സെയിം ആക്കി ചെയ്യാം. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ 2 × 2 ഇത് 2 × 2 ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം 4 കിട്ടും. പ്ലസ് ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 3 × 6 18 കിട്ടും. ബൈ 6 × 2 ഇത് രണ്ടും കൂടി കുളിച്ച് അടിയിൽ എഴുതണം. 6 × 2 12. അപ്പൊ നമുക്ക് കിട്ടുന്നത് 22/12 ആണ്. 22/12 നമുക്ക് 2ന്റെ ട്രിപ്പിളുകളില് നമുക്ക് വെട്ടിച്ചെറുതാക്കാം. 2 11 പ്രാവശ്യം പോവും 22-ല്, 2 6 പ്രാവശ്യം പോവും 12-ല്. അപ്പൊ 11/6. മറ്റേ രീതിയിലാണെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആക്കി ചെയ്യുകയാണെങ്കിൽ 2/6 പ്ലസ് 3/2 എന്നുള്ളത് നമുക്ക് ഇതിനെ എത്രയാക്കാം? 6. ആക്കാം അല്ലെ? 6 ആക്കണമെങ്കിൽ ഇവിടെ മാത്രം ഗുണിച്ചാൽ മതി 3 കൊണ്ട് അല്ലെ? 3 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ തന്നെ ഓൾറെഡി 6 ആകും. ഇവിടെ ഗുണിക്കണമെന്നില്ല, ഇവിടെ വെറുതെ എഴുതണമെന്ന് മാത്രം എഴുതാം. അപ്പൊ 2 × 1 2/6 ആയി. പ്ലസ് ഇവിടുത്തെ എന്തായി? 9/6 ആയി. ഓക്കെ, രണ്ട് സെയിം ഡിനോമിനേറ്റർ ആയി. 2 9 കൂടി നേരെ കൂട്ടാം 11/6. അങ്ങനെ വരുമ്പോ നേരിട്ട് നമുക്ക് ഉത്തരം കിട്ടും. ചെറുതാക്കേണ്ട ആവശ്യമില്ല. 11/6. ഓക്കെ, 2 രീതിയിൽ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാ. അടുത്ത ക്വസ്റ്റ്യൻ 12/18. 12/18 പ്ലസ് 7/12. 7/12. 7/12. 35. 5/4. 5/4. 19/30. 84/200. 5/4. 5/4. കിട്ടിയാ നോക്ക് എല്ലാവരും. മിസ് ഇതൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇതും നമുക്ക് വേണമെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആക്കി ചെയ്യാം. 18ഉം 12ഉം എളുപ്പത്തിൽ നമുക്ക് ഏത് രീതിയിൽ എന്താ പറയാ ചെയ്യുന്നതായിരിക്കും എളുപ്പം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണോ അല്ലെങ്കിൽ LCM ചെയ്യണോ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോളെ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 12ഉം 12 കൂടി ഗുണിക്കണം, 7ഉം 18 കൂടി ഗുണിക്കണം, എന്നിട്ട് മുകളിൽ എഴുതണം. മനസ്സിലായല്ലോ? 12 × 12 നമുക്കറിയാം എത്രയാണ്? 144. അതെ, 144. 144 പ്ലസ് 18ഉം 7 കൂടി ഗുണിക്കണം. 18 × 7 126 അല്ലെ? 144 പ്ലസ് 126 ബൈ അടിയിൽ 18ഉം 12 കൂടി ഗുണിക്കണം. 18ഉം 12 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 216 കിട്ടും. ഇനി മുകളിലുള്ളത് രണ്ടും കൂട്ടാം. 144ഉം 126 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 270 270/216. 270/216 ആണ്. അപ്പൊ നമുക്കതിനെ ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ചെറുതാക്കാം. സിമ്പിൾ ചെറിയ ലോവസ്റ്റ് ടേമിലേക്ക് എഴുതണം. അത് അവിടെ ഉത്തരം അങ്ങനെയാണ് വന്നേക്കണത്. 5/4 ആണ് ഉത്തരം വന്നേക്കണത്. 270/216 കിട്ടിയോ? കിട്ടിയ ആൾക്ക്? കിട്ടി. അതുവരെ കിട്ടി അല്ലേ? അപ്പൊ ഇനി ഇത് എല്ലാത്തിനെയും കൂടിയും 2ലും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ സംഖ്യ എന്താണെന്നറിയോ? ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഇതിനെ 2നെ ചെറുതാക്കാം. 270ന്റെ പകുതി എത്രയാണ്? 135 അല്ലെ? പകുതി. 216ന്റെ പകുതി എത്രയാണ്? 216ന്റെ 108 അല്ലെ? ഇനി ഇതുപോലെ തന്നെ 135നെ 108നെ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ വലിയ സംഖ്യ ഉണ്ടോ എന്ന് നോക്കാം. 3ന്റെ ടേബിളിൽ 3ന്റെ ടേബിളില് 3 13ല് എത്ര പ്രാവശ്യം പോകും? 4 3 12 അല്ലെ? ബാലൻസ് ഒരു 1 ഉണ്ട്. 15ല് 5 പ്രാവശ്യം പോകും. ഓക്കെ, അപ്പൊ 45. മുകളില് 45 കിട്ടി. ഇവിടെയും 3ന്റെ ടേബിളില് 10ല് 3 പ്രാവശ്യം പോകും. ബാലൻസ് ഒരു 1 ഉണ്ട്. 18ല് 6 പ്രാവശ്യം പോകും. ഓക്കെ, അപ്പൊ നോക്കിയേ 45/36 ആയി. ചെറിയ ചെറിയ സംഖ്യകളിൽ വെച്ച് ഡിവൈഡ് ചെയ്ത് ചെറുതാക്കി കൊണ്ടുവരാം.
45 36 കറക്റ്റ് ആയിട്ട് ഒറ്റ സംഖ്യയിൽ പോകും. അതേതിലാ? 9 അതിന്റെ ടേബിളിൽ പോകും. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 36നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും, 45നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. 9 45-ല് 5 പ്രാവശ്യം പോകും, 9 36-ല് 4 പ്രാവശ്യം പോകും. അങ്ങനെയാണ് 5/4 ആയത്. എളുപ്പല്ലേ 12/18 ചെറുതാക്കിയിട്ട് ചെയ്യുന്നത്? എന്തോ? ഓക്കെ LCM ആണെങ്കിലും അപ്പൊ കുറച്ച് ചെറുതാക്കിയിട്ട് ചെയ്തുകൂടെ? ചെറുതാക്കി ചെയ്യാം. എങ്ങനെയും ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ചെറുതാക്കാൻ പറ്റുന്ന സംഖ്യ 12/18 ചെറുതാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തേതായിരുന്നു? 1/2 അവിടുന്ന് കണ്ടത് 1/2 പ്ലസ് 3/4 പ്ലസ് 4/6. ഇനി അതിന്റെ ഉത്തരം ഒന്ന് കണ്ടുപിടിച്ചേ നിങ്ങള്. തന്നെത്താനൊക്കെ ചെയ്തു. 8/12, 12/8, 12/23, 23/12. ഏതാണ് ഉത്തരം? 23/12. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? 23/12. കിട്ടാത്തവരുണ്ടാന്ന് നോക്കട്ടെ കേട്ടാ. അവർക്കൊന്ന് ചെയ്യാനൊന്ന് സമയം കൊടുക്കട്ടെ. മാം ഒന്ന് പറയൂ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് LCM വെച്ച് വേണമെങ്കിൽ ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈയും ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകത അവിടെ 2 വെച്ചെടുക്കണം, എന്നിട്ട് വേണം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കൂടുതൽ നീണ്ടതൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് LCM വെച്ച് ചെയ്യുന്നത് നല്ലത്. ഈ എല്ലാത്തിനെയും എത്രയിലേക്ക് ആക്കാൻ പറ്റും? 2 എന്ന് പറയുന്ന ഛേദം 4, 6 ഇതൊക്കെ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യാനാകും? അപ്പൊ 12 ആവുമ്പോ അടിയിലും മുകളിലും 6 കൊണ്ട് ഗുണിക്കാം. ആദ്യത്തെ സംഖ്യയില് അടിയിലും മുകളിലും 6. രണ്ടാമത്തേനെ 12 ആക്കാൻ അടിയിലും മുകളിലും എത്ര കൊണ്ട് ഗുണിക്കണം? 3 കൊണ്ട് ഗുണിക്കണം. അടുത്ത സംഖ്യയില് 12 ആക്കാനായിട്ട് അടിയിലും മുകളിലും 2 കൊണ്ട് ഗുണിക്കണം. 2 കൊണ്ട് ഗുണിച്ചു. അപ്പൊ 1 × 6 6/12. ആദ്യത്തേത് 6/12 ആയി. പ്ലസ് അടുത്തത് 3 × 3 9 9/12 ആയി. അടുത്തത് 4 × 2 8 8/12 ആയി. ഓക്കെ, ഇപ്പൊ എല്ലാ ഡിനോമിനേറ്റർ സെയിം ആയി. ഇനി മുകളിലുള്ളതെല്ലാം കൂടി കൂട്ടിയാൽ മതി. 9 8 17 17 6 23 23/12. ഇതിനെ ചെറുതാക്കാനൊന്നും പറ്റില്ല, അതുകൊണ്ട് 23/12 എന്ന് തന്നെയാണ് നമുക്ക് തന്നേക്കണ ഓപ്ഷൻസിൽ കിടക്കുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? ചോദിച്ച ആൾക്ക് ക്ലിയർ ആയ മാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 4/24 ആണോ? അതെ. 4/24 പ്ലസ് 6/4 പ്ലസ് 2/12. ഇതിന്റെ ഉത്തരം 42/12, 11/6, 12/6, 44/12. 11/6. മാം ഇതൊന്ന് പറഞ്ഞേ. ഓക്കെ, അപ്പൊ ഇവിടെയും നേരത്തെ ചെയ്ത പോലെ തന്നെ തൊട്ട് മുന്നത്തെ കണക്ക് ചെയ്ത പോലെ കോമൺ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരാം. ഏത് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരാം? എല്ലാത്തിനെയും കറക്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റിയ ഡിനോമിനേറ്റർ ഉണ്ടോ? 24ലേക്ക് കൊണ്ടുവരാനായിട്ട് ഇതിനെ എത്രയും കൊണ്ട് ഗുണിക്കാം? 6 അല്ലെ? 6 കൊണ്ട് ഗുണിച്ചാൽ മതി. അടിയിലും മുകളിൽ. അപ്പൊ 24 ആവും. 12നെ 24 ആക്കാൻ എത്ര കൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ അടിയിലും മുകളിൽ 2 കൊണ്ട് ഗുണിക്കാം. അപ്പൊ നോക്കിയേ, അടുത്ത ആദ്യത്തേത് 4/24. അതിനെ ആക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി അത് 24 ആണ്. അപ്പൊ പിന്നെ ഒന്നും കുഴപ്പമില്ല. അടുത്തത് 6 6 36 36/24 നമ്മൾ ഓൾറെഡി ആക്കാനാണ് 6 കൊണ്ട് ഗുണിച്ച മുകളില്. പ്ലസ് അടുത്തത് 24 ആക്കാൻ വേണ്ടി 2 കൊണ്ട് ഗുണിച്ചു. അപ്പൊ 4/24. ഇനി ഇതെല്ലാം കൂടി കൂട്ടാം. എത്രയാണ്? 36 4 40 44 44/24 എന്ന് വരും. അതിനെ ഒന്നുകൂടി ചെറുതാക്കാം. 44/24 നല്ലല്ലോ ഉത്തരം കിടക്കുന്നേ. 11/6 എന്നാണ്. അപ്പൊ ഏത് സംഖ്യ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഏത് ടേബിളിലെ പോവുക? 4ന്റെ ടേബിളിൽ 44 എത്ര പ്രാവശ്യം പോകും? 11 പ്രാവശ്യം അല്ലെ? 11 പ്രാവശ്യം 44 24ന്റെ 6 പ്രാവശ്യമാണ് പോകുക. അപ്പൊ 11/6.
മാം അപ്പൊ ഒരു സംശയം, നമ്മൾ നേരത്തെ ചെയ്ത കണക്കില്ലേ, അതിന്റെ മുന്നേ ചെയ്ത 1/2 പ്ലസ് 3/4 അതില് നമ്മൾ LCM 12 ആണല്ലോ നമുക്ക് കിട്ടിയത്. മെയിൻലി നമ്മൾ 12ലേക്കാണല്ലോ ഡിനോമിനേറ്റേഴ്സ് ഒക്കെ കൊണ്ടുവന്നത്. അത് അപ്പൊ അതിന് ഏറ്റവും വലുത് നമ്മൾ 6 ആണെങ്കിൽ 6ലേക്ക് അതിനെ കൊണ്ടുവരാൻ അങ്ങനെ പറ്റൂല? ഏറ്റവും വലിയ സംഖ്യ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഈ പറയുന്ന 6ലേക്ക് ബാക്കിയുള്ള സംഖ്യകൾ, അതായത് ആ ഇവിടെ കിടക്കുന്ന ഏറ്റവും വലിയ സംഖ്യ നമ്മൾ നോക്കിയല്ല, ആ വലിയ സംഖ്യയിലേക്ക് എല്ലാത്തിനെയും കൊണ്ടുവരാൻ പറ്റുമെന്നും കൂടി നോക്കണം. ഓ അങ്ങനെ. ഇപ്പൊ ചില സംഖ്യയുടെ ടേബിളിൽ മറ്റേത് പോകണമെന്ന് നിർബന്ധമില്ല, മനസ്സിലായോ? ഇപ്പൊ നേരത്തെ 12ലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടാന്ന് വെച്ചാലില്ലേ, ഏറ്റവും വലിയ സംഖ്യ എന്താ പറയാ 6ലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ തൊട്ട് മുന്നിൽ ചെയ്ത കണക്കില്. കാരണം അവിടെ ആദ്യത്തെ സംഖ്യ 2, പിന്നത്തേത് 4, പിന്നെ 6. ഈ 2നെയും 4നെയും 6ലേക്ക് ആക്കാൻ പറ്റില്ല. പക്ഷെ ഇവയെ എല്ലാത്തിനെയും 2നെയും 4നെയും 6നെയും എല്ലാം ഒരുപോലെ നിയറസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ചെറിയ ഒരു കോമൺ നമ്പറിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് 12ലേക്കാണ്. അതുകൊണ്ടാണ് അവിടെ 12ലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എല്ലാത്തിനെയും ഗുണിച്ചത്. ഈ കണക്കിലാണ് ഇപ്പൊ ചെയ്ത കണക്കിലാണെങ്കിൽ 24, 4, 12. അപ്പൊ നോക്കുമ്പോ നമുക്കറിയാം 4ന്റെ ടേബിളിലും 24 വരുന്നുണ്ട്, 12ന്റെ ടേബിളിലും 24 വരുന്നുണ്ട്, 24ന്റെ ടേബിളിലും 24 വരുന്നുണ്ട്. അതുകൊണ്ട് 24ലേക്ക് എല്ലാത്തിനെയും ആക്കാൻ വേണ്ടി നമുക്ക് നോക്കാം. പക്ഷെ ചില സംഖ്യകൾ അങ്ങനെ എല്ലാത്തിലും വരണമെന്നില്ല കോമൺ ആയിട്ട്, മനസ്സിലായോ? അപ്പൊ അങ്ങനെ വരുമ്പോ ആ ഏറ്റവും അടുത്ത അങ്ങനെ രണ്ടിലും കോമൺ ആയിട്ട് വരാൻ പറ്റുന്ന സംഖ്യയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നോക്കണം. താങ്ക് യു മാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 1/2 പ്ലസ് അപ്പൊ ഒന്ന് ചെയ്തേത് 1/2 പ്ലസ് 1/3 പ്ലസ് 1/4 പ്ലസ് 1/6. 4/15, 15/12, 4/5, 15/4. 15/12. 15/12. 15/12. ഓക്കെ, 15/12. ചിലർ 5/4 എഴുതി, കുഴപ്പമില്ല. പക്ഷെ 5/4 നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടോന്നും കൂടി നോക്കണം. 5/4 അല്ല ഓപ്ഷനിൽ. 5/4 അതൊന്നും കൂടി ചെറുതാക്കിയപ്പോഴാ വരണേ കേട്ടാ. അപ്പൊ 15/12 ആണ് നമ്മുടെ ആൻസർ ഓപ്ഷൻസിൽ കൊടുത്തേക്കണത്. അപ്പൊ അതുകൊണ്ട് 15/12. ഇവിടെ നോക്കിയേ, എല്ലാ സംഖ്യകളെയും 6ലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? ഈ കിടക്കുന്ന എല്ലാ ഡിനോമിനേറ്ററിനും 6 ആക്കാൻ പറ്റുമോ? ഇല്ല. കണ്ടോ, സംഖ്യ 6 ആണ്, പക്ഷെ 6ലേക്ക് എല്ലാത്തിനെയും ആക്കാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഏറ്റവും അടുത്ത ഏത് സംഖ്യയിലേക്ക് ഇവയെ എല്ലാത്തിനെയും കോമൺ ആയിട്ട് ആക്കാൻ പറ്റുമോ നോക്കണം. 12ലേക്ക് ആക്കാൻ പറ്റും, കാരണം എല്ലാത്തിനെയും 12 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളാണ് 12ന്റെ ടേബിൾ വരുന്നത്. അപ്പൊ 2 × 6 ചേർത്താൽ ഇവിടെ 12 ആക്കാം. ഓക്കെ, അടിയിലും മുകളിൽ. ഇവിടെ എന്താ പറയാ 3 × 4 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 12 ആക്കാം, മുകളിലും അടിയിലും. അടുത്തത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 ആക്കാം. അടുത്തത് 6നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 12 ആക്കാം. ഓക്കെ, അപ്പൊ 6 പ്ലസ് 1 × 4 4 പ്ലസ് എത്രയാണ് 3 പ്ലസ് 2. മുകളിലുള്ളത് എല്ലാം കൂടി അങ്ങോട്ട് എടുത്ത് നിരത്തി അങ്ങോട്ട് എഴുതി, കാരണം ഒന്നുകൊണ്ടല്ല എല്ലാം കുണിക്കുന്നത്. അപ്പൊ അത് തന്നെ സംഖ്യ തന്നെ വരുള്ളൂ. ബൈ കോമൺ ഒറ്റ പ്രാവശ്യം 12 എഴുതുള്ളൂ. 6 4 10, 10ഉം 5ഉം 15, 15/12. ഇതാണ് ആൻസർ വരിക. ഓക്കെ, ഇനി അടുത്തത് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ. അതിനകത്ത് ദ റെസിപ്രോക്കൽ ഓഫ് 5/3. 5/3യുടെ റെസിപ്രോക്കൽ എത്രയാണ്? 5/5 ആണ്. ഓക്കെ, 3/5. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇന്നത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് കുറച്ച് തന്നെത്താൻ ചെയ്യാൻ വേണ്ടി തന്നതായിരുന്നു. ബാക്കിയുള്ളത് ഇന്നത്തെ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഇതുപോലൊക്കെ തന്നെയാ. വേഗം പറഞ്ഞേ. 5/2 മൈനസ് 4/3. 5/2 മൈനസ്, നേരത്തെ പ്ലസും ഇൻറ്റും ഒക്കെ ചെയ്തില്ലേ, ഇനി ഒന്ന് മൈനസ് പറഞ്ഞു പറഞ്ഞേ. 7/6. 7/6. എല്ലാവർക്കും കിട്ടിയോ? മൈനസ് എന്ന് അവിടെ ഇട്ടേക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ചെയ്യാറുള്ളത് തന്നെ ചെയ്യാം. ഡിനോമിനേറ്റർ സെയിം ആക്കണം. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ LCM കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും ആവാം. 7/6 കിട്ടിയോ? കിട്ടി. ആരെങ്കിലും ഉണ്ടോ കിട്ടാത്തത്? ഒരെണ്ണം പറഞ്ഞത് മിസ്. ഒരെണ്ണം പറഞ്ഞ. അപ്പൊ നേരത്തെ പോലെ തന്നെ നമുക്ക് ഇതിനെ രണ്ടിനെയും ഒന്നിൽ എന്താ പറയാ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഗുണിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കാം. ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കി ചെയ്യുകയാണെങ്കിൽ 3 കൊണ്ട് അടിയിലും മുകളിലും ഗുണിച്ചു കഴിഞ്ഞാൽ 6 ആക്കാം. ഇവിടെ 2 കൊണ്ട് അടിയിലും മുകളിലും ഗുണിച്ചാൽ 6 ആക്കാം.
ഓക്കെ, അപ്പൊ 5 × 3 15, 15 മൈനസ് 4 × 2 8 ബൈ ഒറ്റ പ്രാവശ്യം 6 എഴുതണ്ട, ഡിനോമിനേറ്റർ സെയിം ആക്കിയല്ലോ, അപ്പൊ പിന്നെ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് 15 മൈനസ് 8 ബൈ 6 കിട്ടും. 15 ന്ന് 8 പോയി കഴിഞ്ഞാൽ 7 ആണ്. 7 ബൈ 6 ഇതാണ് ആൻസർ. 7/6 കിട്ടിയോ? കിട്ടി. ഓക്കെ, അപ്പൊ അടുത്തത് പറഞ്ഞ അങ്ങനെയാണെങ്കിൽ 8/5 മൈനസ് 6/8. 8/5 മൈനസ് 6/8 17/8 40/34 20/17 2/8 17/20 20 17/20 കിട്ടിയോ എല്ലാവർക്കും? അടുത്ത ക്വസ്റ്റ്യൻ കിട്ടിയെന്ന് വിശ്വസിച്ചാണ് മുമ്പോട്ട് പോണേ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 6/4 മൈനസ് 6/5. 6/4 മൈനസ് 6/5 0. 20/6 3/10 0/20 3/10 3/10. അതെവിടെയാ സൗണ്ട് മ്യൂട്ട് ചെയ്യാത്ത? ഇതാർത്താണോ? വേണ്ടോ? ഇപ്പൊ വന്നോ? ഓഫായോ നോക്കിയേ. ഓഫായി. ആ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 13 അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരെ പറഞ്ഞു കേട്ടാ. ഇനി മൂന്നാമത്തെ വരെ കുറച്ച് കഴിയുമ്പോ മൂന്നാമത്തേലേക്ക് പിന്നെ പോകാൻ പറയരുത്. 13/8 മൈനസ് 6/50 കേട്ടാ. അതാണ് ക്വസ്റ്റ്യൻ. 13/8 മൈനസ് 6/50. ആൻസർ പറ. 301/200. 301/200. 101/200. 101/200. 200/301. 7/400. അപ്പൊ ഏതാണ് ഉത്തരം? 1/200. അതെ, 101/200. ഓക്കെ, പറയാം. പറയാം. പറഞ്ഞുതരോ? ആ, അപ്പൊ നിങ്ങൾ ഇതും ഇതേപോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയിട്ടാണ് ഉത്തരം പറയാം. 101/200 കേട്ടാ. മിക്സഡ് ആക്കി 301/200 കറക്റ്റ് ആണ്. പക്ഷെ അതിനെ ഒന്നുകൂടി നമ്മൾ അതിനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ആക്കി. ഇംപ്രോപ്പർ ആയിരുന്നു അത്, മിക്സഡിലേക്ക് ആക്കിയാണ് ഉത്തരം പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ LCM കൊണ്ട് ഗുണിക്കാം. അപ്പൊ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞില്ലേ, അവിടെ ആരോ ചോദിച്ചല്ലോ, ഈ തന്നിരിക്കുന്ന സംഖ്യേനെ വേണമെങ്കിൽ ചെറുതാക്കിയിട്ട് ചെയ്യാമെന്ന്. അപ്പൊ ചെറുതാക്കി ചെയ്യാൻ വേണമെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാലോ. ഇപ്പൊ 6 ഇവിടെ അടിയിൽ 50. 6/50 6നെ നമുക്ക് വേണമെങ്കിൽ ചെറുതാക്കാം, പകുതിയാക്കാം. അപ്പൊ 3 കിട്ടും. 6ന്റെ പകുതി 2ന്റെ ടേബിൾ കൊണ്ടേ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ചെറുതാക്കാം. അപ്പൊ 2 3 പ്രാവശ്യമാണ് പോകുക 6ല്. അതുപോലെ 50നെ ഡിവൈഡ് ചെയ്താൽ 25 പ്രാവശ്യം. അപ്പൊ നമുക്ക് 25 കിട്ടും. അതൊന്ന് ചെറുതാക്കി എന്ന് മാത്രമേ ഉള്ളൂ. ചെറുതാക്കുന്നത് കൊണ്ട് എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ഗുണിക്കുന്നത് കുറച്ചും കൂടി സൗകര്യമാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ LCM ഒരേപോലത്തെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരാം. ഏത് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരാൻ എളുപ്പം? ഒരെളുപ്പമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് അടിയിലും മുകളിലും അപ്പുറത്ത് കിടക്കുന്ന രണ്ടാമത്തെ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിനെ ആദ്യത്തെ സംഖ്യയിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഗുണിക്കാം, ഇപ്പുറത്തേനെ അങ്ങോട്ട് ഇങ്ങോട്ട് ഗുണിക്കാം. അങ്ങനെയും ചെയ്യാം കേട്ടോ. വേണ്ട 8 കൊണ്ട് ഇങ്ങനെ ഗുണിക്കാം. അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആവൂലേ നോക്കിയേ. ആദ്യത്തേനെ നമ്മൾ 13 25 കൊണ്ടാണ് ഇപ്പുറത്ത് കിടന്ന് 25നെ രണ്ടാമത്തെ ഫ്രാക്ഷനിൽ 25നെ ഇങ്ങോട്ട് എടുത്തിട്ട് അടിയിലും മുകളിൽ ഗുണിച്ചു. 13 × 25 ഗുണിക്കാം ബൈ അതുപോലെ തന്നെ മുകളില് അപ്പുറത്ത് ഇപ്പുറത്തെ 8 കൊണ്ട് അപ്പുറത്ത് ഗുണിക്കാം. അപ്പൊ എന്ത് വരും? 3 × 8 കിട്ടും. 13 × 15 എത്ര കിട്ടിയത്? 325 മൈനസ് 3 × 2 8 അല്ല സോറി 3 × 8 24
ബൈ 25 ഇൻറ്റു 8 200. 200. അപ്പൊ നോക്കിയേ 325 മൈനസ് 24/200 325 24 പോയി കഴിഞ്ഞാൽ ബാക്കി 301/200. 301/200. ഇത് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതി. അതാണ് ഇത് വിഷമ ഭിന്നത്തിലെ കിടക്കണേ. എന്താ പറയാ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ 301/200 വിഷമ ഭിന്നാണ്, ഇംപ്രോപ്പർ ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഡിനോമിനേറ്റർ വെച്ച് ഡിവൈഡ് ചെയ്ത് 200നെ 301 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ അതിൽ നിന്ന് മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതി. 301 ഒരു പ്രാവശ്യമാണ് പോവുക, 200 ബാക്കി ഒരു 1 ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്തു, 1 അങ്ങനെയല്ലല്ലോ, 101 വരണ്ടേ? 101/200. ഓക്കെ, അങ്ങനെ എടുത്ത് എഴുതി. ഇത്രേ ഉള്ളൂ. 101 മൈനസ് ചെയ്ത് 301 200 മൈനസ് ചെയ്തിട്ട് കിട്ടിയ റിമൈൻഡർ അത് അംശമായിട്ടും ഛേദം നമ്മൾ നേരത്തെ ഡിവൈഡ് ചെയ്ത അതേ ഛേദം വെച്ച് ഛേദമായിട്ട് എഴുതി. ഹോൾ നമ്പർ മുകളിൽ കിട്ടിയത് അത് ഹോൾ നമ്പർ ആയിട്ട് തന്നെ അങ്ങോട്ട് എഴുതി. 101/200. ഇതിങ്ങനെയൊക്കെ ആക്കി എഴുതി. 301/200 ആണ് കിട്ടുക. പക്ഷെ അതിന്റെ ഇംപ്രോപ്പർ മാറ്റി മിക്സഡ് ഫ്രാക്ഷനിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രം. ഉത്തരം അതനുസരിച്ചിട്ടാണ് നമുക്ക് തന്നേക്കണ ഓപ്ഷൻസിലുള്ളത്. അതനുസരിച്ച് തന്നെ ഉത്തരം തെരഞ്ഞെടുത്ത് എഴുതണം. കിട്ടിയില്ലേ? സംശയം ചോദിച്ച ആൾക്ക് കിട്ടിയോ? മനസ്സിലായി. ഓക്കെ. ദെൻ അടുത്തത് 3/2 ഇൻറ്റു 6/5. സിമ്പിൾ ആണ്. 3/2 ഇൻറ്റു 6/5. 9/5. 9/5. 2ന് ഈ 6 കൊണ്ട് നമുക്ക് 3 പ്രാവശ്യം 9/5. 9/5 എന്ന് ഉത്തരം ഉണ്ടാ? അതെ, 9/5 തന്നെയാണ് ആൻസർ ആയിട്ട് കിടക്കണത്. 9/5. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 11/6 ഇൻറ്റു 7/3. 77/18. 77/18. പക്ഷെ ആൻസർ നമുക്ക് 77/18 ഇല്ല. 7/6, 5 4/18, 4 5/18, 77/6. അപ്പൊ ഏതാ? 77/18. 18 എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം പോകും. 36 72 അല്ലെ? ബാക്കി ഒരു 5. അപ്പൊ നമ്മുടെ ആൻസർ എഴുതേണ്ടത് എങ്ങനെയാണ്? മോളിൽ കിട്ടിയ ആൻസർ കോമൺ ആയിട്ട് എഴുതാ 4, റിമൈൻഡർ 5 ഇവിടെ ചെയ്ത 5/18. 4 5/18 ഇതാണ് ആൻസർ. കിട്ടിയോ നോക്കിയേ? 4 5/18 കിട്ടിയിട്ടുണ്ടോ? കിട്ടി. കിട്ടി മാഡം. ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് വൺ, അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. 10/3 ഇൻറ്റു 3/2 ഇൻറ്റു 1/6. 5/6. 5/6. 6/5 36/30, 5/6 13/30. മുകളിലത്തത് ഗുണിക്കുമ്പോ 30 കിട്ടും, അടിയിലത്തത് ഗുണിക്കുമ്പോ 36 കിട്ടും. 36ലും 30ലും കറക്റ്റ് ആയിട്ട് കോമൺ ആയിട്ട് അടങ്ങുന്ന നമ്പർ ഏതാ? 6ന്റെ ഡബിൾ വരും അല്ലെ? 6 5 are 30, 6 6 are 36. ഓക്കെ. നമ്മള് കൊണ്ടുവന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇന്ന് തീർത്തു. കഴിഞ്ഞ ദിവസത്തെ ഒക്കെ കുറച്ച് പെൻഡിങ് ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഈ എന്താ പറയാ ഫ്രാക്ഷൻസിന്റെ തന്നെ കണ്ടിന്യൂ ചെയ്ത് കുറച്ചും കൂടി കണക്ക് അത് 2 അല്ലെങ്കിൽ പെൻഡിങ് ആവും. അതുകൊണ്ടാണ് അങ്ങനെ കൊണ്ടുവന്നത്. അപ്പൊ ഇന്ന് ഒരു 3 ക്വസ്റ്റ്യൻ ഞാനൊരു ഹോംവർക്ക് തരാം. നിങ്ങൾ വേഗം എഴുതിയെടുത്തോ. പറയട്ടെ? The LCM of 5, 10 and 15. 5, 10 and 15. 5, 10, 15 എന്നിവയുടെ ലസാഗു കണ്ടുപിടിക്കാം കേട്ടോ. ലസാഗു അടുത്ത ക്വസ്റ്റ്യൻ. LCM of 5 and 9. 5, 9 എന്നിവയുടെ ലസാഗു. 5, 9 എന്നിവയുടെ ലസാഗു. LCM of 5 and 9. അടുത്ത ക്വസ്റ്റ്യൻ. 5/3 minus 3/2. 5/3 minus 3/2. അടുത്തത് ഒന്നുകൂടി
2/3 2/3 പിന്നെ ഒരു ബൈ ഇടുക, വലിയ ബൈ 1/3. മനസ്സിലായോ പറഞ്ഞത്? 2/3 ഇവിടെ ഇത് കാണിക്കാം ഞാനിത് ബൈ 1/3. അതിന്റെ ഉത്തരം എന്താണ്? കണ്ടോ? ക്വസ്റ്റ്യൻ കണ്ടോ? -9 എന്നുണ്ടോ മേഡം? മൈനസ് അല്ല, 2/3 ബൈ 1/3 എന്ന് ഇങ്ങനെ ഒരു കണക്ക് വന്ന എന്ത് ഉത്തരം എഴുതും? അത് -9 അങ്ങോട്ടൊരു ഒരു ഈക്വൽ ടു ഇട്ടിട്ടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടതാ. ഒരു കൂടി 1/100 1/100 ഹരണം 1/100. പറയാം മിസ്. കിട്ടിയോ? കുറച്ചുകൂടി പൊക്കി വയ്ക്കോ? കാണല്ലേ? കണ്ടു. ഓക്കെ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. ഓക്കെ, താങ്ക് യു, ബൈ. താങ്ക് യു. ഓക്കെ.